ഹായ് ഫ്രണ്ട്സ്, കറി ലീഫ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ സ്മൂതിയാണ്. ഇത് സാധാരണ പൈനാപ്പിൾ സ്മൂതിയിൽ നിന്നും ഒരു ഡിഫറൻ്റ് ആയിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളാണേലും വളരെ എൻജോയ് ചെയ്ത് കഴിക്കും. കാരണം വെച്ചാൽ ഇത് പൈനാപ്പിളാണെന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം പൈനാപ്പിൾ ഇഷ്ടപ്പെടാത്ത എൻ്റെ മോള് വരെ ഈ സ്മൂതി വളരെ എൻജോയ് ചെയ്ത് കഴിച്ചതാണ്. ഞാനിവിടെ പകുതി പൈനാപ്പിളോളം ചെത്തി ക്യൂബുകളാക്കി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 100 ml തേങ്ങാപ്പാലും ആവശ്യത്തിന് നമ്മുടെ മധുരം ആവശ്യം ഉള്ള അത്രയും നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് പേസ്റ്റ് ആകുന്നിടം വരെ ബ്ലെൻഡ് ചെയ്തെടുത്ത് എടുക്കാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നമ്മൾ സാധാരണ പൈനാപ്പിൾ സ്മൂതി ആക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂതിയാണ്. ഇപ്പം പൈനാപ്പിൾ എത്ര കഴിക്കാത്തവരും പൈനാപ്പിൾ സ്മൂതിയാണെന്നറിയാതെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ അവർ കഴിക്കും. അത്ര രുചിയാണിതിന്. ഞാൻ എപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വേറിട്ട രുചിയുമായിട്ട് വരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ സ്മൂതി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മധുരം നമ്മുടെ ആവശ്യത്തിന് ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത് കറക്റ്റാണെങ്കിൽ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിലേക്കൊരു മിൻറ്റ് ലീഫും കൂടെ വെച്ച് എടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.